നോക്കി ഞങ്ങൾ കൈയൊക്കെ നോക്കി ഫുള്ള് പെയിന്റായി കഴിയാറായി. ഭയങ്കര വയ്യാണ്ടായി നോക്കി. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാ. ഇപ്പൊ 3 മണിയായി. ഇപ്പൊ വയ്യാണ്ടായി നോക്കി. ഹായ് ഗായ്സ്, ഞങ്ങൾ സാധാരണ മ്യൂസിക് വീഡിയോസും ആക്ടിങ് വീഡിയോസും ഒക്കെയാണ് ഇടാറ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയത് നോക്കി, ഒരു ഡബിൾ കോട്ട് ബെഡാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഓയിലെക്സ് ഞങ്ങൾ വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പോ ഇത് താഴത്തുനിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേഴ്സ് ആണ്. ഇത് ആദ്യത്തെ ലെഗാണ്, ഇത് രണ്ടാമത്തെ ലെഗാണ്. ഇത് അടിയിലത്തെ കോട്ടാണ്, താഴെ കിടക്കാനുള്ള കോട്ട്. ഇത് മുകളിലത്തെ കോട്ടാണ്. അവൻ പറയണ അവൻ ഇവിടെ കിടക്കണം, മുകളിൽ കിടക്കണം. അവന് ഇട്ടേണത് കണ്ടോ, തിരിച്ചിട്ടാണ് ഡ്രസ്സ് ഇട്ടേക്കണത്. പെയിന്റ് അടിക്കുമ്പോ കളർ ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. ഞങ്ങൾ ഇതിന്റെ കളർ അത്ര ഇഷ്ടമായില്ല. സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചപ്പോഴേ ഓയിലെക്സിൽ വാങ്ങിച്ചപ്പോ ഒരു ഹോസ്റ്റലാണ് ഉപയോഗിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അവര് കളർ അധികം ഒന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കിഡ്സ് തീമാക്കി മാറ്റി. അപ്പൊ ഞങ്ങൾ ഇന്നലെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങള് അടിക്കുന്നത് പിങ്ക് ആണ്. എന്റെ സിസ്റ്ററിന് ബേബി പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ഒരു കളർ പിങ്ക് ചൂസ് ചെയ്തു. ഞങ്ങൾ ഇവിടെ അടിച്ചിട്ടുണ്ട് കുറച്ച്, ഞങ്ങൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ബ്ലൂ തീമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും കളറും കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ എവിടെ അടിക്കണേന്നൊക്കെ കാണിച്ചു തരാം. ലൈറ്റ് ബ്ലൂ ഇവിടെ അടിക്കും. ഇവിടെ ഞങ്ങള് പിങ്ക് അടിക്കും ഫുള്ള്. സ്റ്റെയർകേസിൽ ഞങ്ങൾ ബ്ലൂ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ ഞങ്ങള് പിങ്ക് അടിക്കും. സ്റ്റെയർകേസ് മാത്രം ബ്ലൂ. നിങ്ങൾക്ക് പെയിന്റ് അടിക്കണതെല്ലാം കാണിച്ചു തരാം. ഞങ്ങൾ അസംബിൾ ചെയ്യണം കാണിച്ചിട്ട് ഞങ്ങൾ വീഡിയോ നിർത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തുടർന്ന് കാണാം. ടൈം ലാപ്സ് ആക്കാൻ പോണേ. കുറച്ച് നേരം എടുക്കും. അവനും പെയിന്റ് അടിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് പെയിന്റ് അടിക്കാറുണ്ട്. എന്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നതാ. ആദ്യം പെയിന്റ് അടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ഹാർഡായിരുന്നു. ഞങ്ങൾ തിന്നറൊക്കെ വെച്ചിട്ട് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിട്ട്, കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ട് തിന്നറൊക്കെ വെച്ചു ഞങ്ങള്. അപ്പോ ഈസി ആയി തുടങ്ങി. പെയിന്റ് അടിച്ചടിച്ച് ഐഡിയ ഒക്കെ മനസ്സിലായി ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങള് വീടിന്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് മഴക്കാലമായതുകൊണ്ട് ഞങ്ങള് മുകളിലാണ് ചെയ്യണത്. താഴെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിന് വീഴും. അപ്പൊ ഈ കോട്ട് കഴിയാറായി. 2 കോട്ട് അടിക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് 2 കോട്ട് അടിക്കണം. കുറച്ച് ടഫാണ്, അത്ര ഈസി അല്ല. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു. രണ്ടാമത്തെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഹാഫ് ആയി. ഇപ്പൊ പകുതി ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ ബ്ലൂ ആണ് അടിക്കുന്നത്. ഈ പിങ്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ബ്ലൂ തുറക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിങ്ക് ഞങ്ങളിപ്പോ താഴെ ട്രെയിൽ കുറച്ച് ഒഴിച്ചു. ഇങ്ങനെ ഉള്ളിൽ മുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ട്രെയിലാക്കി ഇങ്ങനെ ആക്കി. വേഗം പെയിന്റ് അടി കഴിഞ്ഞു. 95% ആയി. നോക്കി ഞങ്ങൾ കൈയൊക്കെ നോക്കി ഫുള്ള് പെയിന്റ് ആയി. കഴിയാറായി. ഭയങ്കര വയ്യാണ്ടായി ഞങ്ങൾക്ക്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാ. ഇപ്പൊ 3 മണിയായി. ഇപ്പൊ വയ്യാണ്ടായി ഞങ്ങൾക്ക്. എൻജോയ് ചെയ്ത് നോക്കിക്കോ. ലാഡേഴ്സ് ഇവിടൊക്കെ നോക്കി നല്ല ക്യൂട്ടായിട്ട് കാണാൻ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ എങ്ങനെയുണ്ടെന്ന്.
എനിക്ക് ഉണങ്ങിയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അസംബിൾ ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾ ഇൻസ്റ്റലേഷൻ തുടങ്ങിയൊക്കെയാണ്. ഈ 2 ലെഗ്സ് ഞങ്ങൾ ഇവിടെ വെച്ചു. അതിന്റെ അടിയിൽ ഞങ്ങൾ ഫസ്റ്റ് ബെഡ് ഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ 2 വടികൾ പോലത്തെ സാധനങ്ങളുണ്ട്. അത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കും. അപ്പോൾ ഫസ്റ്റ് ബെഡ് റെഡിയായി. അത് നമ്മൾ ഇവിടുത്തെ സ്ക്രൂസ് ഒന്ന് ടൈറ്റ് ആക്കണം. അതാണ് ശരിയാവും. ഓൾമോസ്റ്റ് ടൈറ്റ് ആയിട്ടുള്ളത്. ഞങ്ങൾ മുകളിലത്തെ ഫ്ലോർ വെക്കാൻ പോവാണ്. ഇത് ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം റെഡി ആവാറേ. ഓക്കെ, ഞാൻ അടുത്ത ബെഡ് വെക്കാം. ഞങ്ങൾ രണ്ടാമത്തെ ലെയർ വെക്കാൻ പോവാണ്. ഇൻസ്റ്റലേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് 2 കോട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഞങ്ങളുടെ കോട്ട് പെയിന്റ് തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് പെയിന്റ് ഉണങ്ങാണ്ട് ഞങ്ങൾ ചെയ്തു. ഞാനും ചേച്ചി എല്ലാം കൂടിയിട്ട് എന്താ അച്ഛനോട് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ചെയ്തു. അമ്മനാണ് താഴെ എടുക്കുന്നത്, ഞാൻ മുകളിൽ കടന്നു. വയ്യാണ്ടായിട്ടോ ശരിക്കും ചെയ്തപ്പോ. അപ്പൊ ഞങ്ങളെ സെറ്റിൽമെന്റ്സ് ഒക്കെ കാണിച്ചു തരാം. മുകളിൽ സ്റ്റെയർസ് ഉണ്ട്.